നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതുലവണങ്ങളും സംസ്ഥാനത്ത് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. എടത്വ പാലക്കളം പാലത്തിന് സമീപം പുത്തൻപുരക്കൽ ജോയ് എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ PJ ലിജുമോനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുടെ മുന്നോടിയായി ജൂലൈ 8-ാം തീയതി ഒരു ദിവസം സൂചനയായി സംസ്ഥാനത്താകെ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാനൊരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ നയിച്ചത് കരുണയും കാരുണ്യവുമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ശ്രീകുമാർ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പഴയ ബ്ലോക്ക് H. സലാം MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഓർത്തോ സർജറി വിഭാഗങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. വിശദമായ വാർത്തകളിലേക്ക്. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതുലവണങ്ങളും സംസ്ഥാനത്ത് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പാലാണ് ഏറ്റവും നല്ല പാല് എന്ന് കേന്ദ്രവും അംഗീകരിച്ചിപ്പോൾ തന്നെ അവരൊരു സർവേ നടത്തിയപ്പോൾ കേരളത്തിലെ മിൽമയാണ് നമ്പർ 1 പാല് നമ്മുടെ രാജ്യത്ത് എന്ന് അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കറിയാം, പശുക്കൾ പലതും മരണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പശുക്കളെ ഏറ്റവും നല്ല പശുക്കളായിട്ട് നമുക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളിപ്പോൾ കേരളത്തിൽ അന്യസംസ്ഥാനത്ത് പോകാതെ ഇവിടെ കേരളത്തിൽ കിടാരി പാർക്കുകൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ തുടങ്ങുക. അപ്പം ആദ്യ പടി എന്ന നിലയ്ക്ക് എല്ലാ ജില്ലകളിലും തുടങ്ങിക്കഴിഞ്ഞു. 15 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ നമുക്ക് 40 കിടാരികളെ 2 വർഷം കൊണ്ട് വളർത്തിയെടുക്കണം. ആദ്യ വർഷം 30 കിടാരികൾ വളർത്തി പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്നതായാലും അതല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളതും നമ്മുടെ ക്ഷീര കർഷകർക്ക് തന്നെ ഈ പശുക്കളെ കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയും അതിലൂടെ ഞങ്ങൾ നടത്തി. നല്ല തീറ്റ കൊടുത്താൽ സംസ്ഥാനത്ത് പാലുൽപാദനം കൂട്ടാൻ സാധിക്കും. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള തീറ്റയാണ് നൽകുന്നതെന്ന് ക്ഷീരകർഷകർ ഉറപ്പാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില പാലിന് നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കൂടാതെ കേരളത്തിലെ പാലാണ് ഏറ്റവും നല്ല പാലെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA അധ്യക്ഷനായി. സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും മാവേലിക്കരയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. പുതിയ പാലങ്ങളും റോഡുകളും ടൂറിസം പദ്ധതികളുമെല്ലാം മണ്ഡലത്തിൽ വൻ വികസന കുതിപ്പ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രജനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു, വൈസ് പ്രസിഡന്റ് ശൈലജ അശോകൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PB ഹരികുമാർ, ദീപ ജ്യോതിഷ്, R. ദീപ, ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ N. രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കോട്ടവിള, ദീപക്, S. ശോഭ, I. റഹ്മത്ത്, ആത്തുക്ക BV, S. ശ്രീജ, സീനിയർ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ J. സുൽഫീക്കർ, ഡോക്ടർ അമ്പിളി തങ്കപ്പൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിൻമീഡിയ, ആലപ്പുഴ. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. എടത്വ പാലക്കളം പാലത്തിന് സമീപം പുത്തൻപുരക്കൽ ജോയ് എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ PJ ലിജുമോനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. എടത്വ പാലക്കുളം പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ ജോയ് എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ PJ ലിജുമോനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. എടത്വ പട്ടത്താനം വീട്ടിൽ മെറിക് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി വെള്ളക്കിണറിന് സമീപം ശനിയാഴ്ച പുലർച്ചെ 12:05 അപകടം നടന്നത്. കേറ്ററിംഗ് ജോലികൾക്ക് ശേഷം മടങ്ങിയ ഇവരുടെ വാഹനം തിരുവല്ല ഭാഗത്ത് നിന്ന് എടത്വയിലേക്ക് വന്ന വഴി നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. ലിജുമോൻ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. മെറിക്കിനെ അതുവഴി വന്ന യാത്രക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇരുവരും 1-ാം വർഷ കോളേജ് വിദ്യാർത്ഥികളാണ്. ലിജുമോൻ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ 1-ാം വർഷ BA ഇക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ലിജോമോൻ ഏക സഹോദരനാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനുള്ള സമരങ്ങളുടെ മുന്നോടിയായി ജൂലൈ 8-ാം തീയതി ഒരു ദിവസം സൂചനയായി സംസ്ഥാനത്താകെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രധാനമായിട്ടും 3 സംഘടനകൾ ചേർന്നുള്ള സമരസമിതിയാണ് ഉള്ളത്. ആ സമരസമിതി നിരവധി തവണ കേരളത്തിലെ മാറി മാറി വരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ നിരവധി തവണ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ
നഷ്ടങ്ങൾ ഒക്കെ നിരത്തിക്കൊണ്ട് നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയും ഇതിന് അനുകൂലമായി സ്വീകരിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ബന്ധപ്പെട്ട ഗവൺമെൻറ്റും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്യാതെ, ബസ് നിർത്തിവെച്ചുള്ള സമരം ചെയ്യാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള, തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ചെയ്യാതെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സമരമാർഗങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി നടത്തി. ഈ സമരത്തിന് പിന്തുണ തേടിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ സഹായവും ഈ സംഘടന തേടിക്കൊണ്ടാണ് ഗവൺമെൻറ്റിലേക്ക് സമര നോട്ടീസ് കൊടുക്കുകയും 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി ഒരു ദിവസം സൂചനാ സമരവും അതിനുശേഷവും ഗവൺമെൻറ് അനുകൂലമായി ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരവും നടത്താനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പ്രധാനമായും ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കാരണം മുൻകാലങ്ങളിൽ സാധാരണ യാത്രക്കാരുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇത്തവണ ഞങ്ങളുടെ ആവശ്യം സാധാരണ യാത്രക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് വലിയ യാത്രക്കാരുടെ ചാർജിൻ്റെ 50% വർദ്ധിപ്പിക്കണം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് സമരത്തിന്റെ പാതയിലാണ്. തങ്ങൾ അനുഭവിച്ചിരുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് നാളുകളായി പരിഹാരമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഒരു സമരപാതയിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുകയാണ് എന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനുള്ള സമരങ്ങളുടെ മുന്നോടിയായി ജൂലൈ 8-ാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്തൊട്ടാകെ സൂചന പണിമുടക്കായി ബസ് സർവീസ് നിർത്തിവെക്കും. ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് ഈ സമരത്തിൽ പങ്കാളികളാവും. തുടർന്ന് 2 ആഴ്ചയ്ക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതമായി സംസ്ഥാനത്തുള്ള എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കും. സംസ്ഥാനത്തെ ബസ് ഉടമ സംഘടനകളുടെ സംയുക്ത സമിതിയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സമരം വിജയിപ്പിക്കുന്നതിനും ജില്ലാതലത്തിൽ സംയുക്ത സമര സമിതികളും രൂപീകരിച്ചു കഴിഞ്ഞു. സംയുക്ത സമരസമിതിയുടെ ആലപ്പുഴ ജില്ലാ ചെയർമാനായി പാലമുറ്റത്ത് വിജയകുമാറിനെയും വൈസ് ചെയർമാനായി പ്രണത് കുമാറിനെയും കൺവീനറായി SM നാസറിനെയും ജോയിന്റ് കൺവീനറായി PJ കുര്യനെയും കഴിഞ്ഞ ദിവസം ചേർന്ന ബസ് ഉടമകളുടെ യോഗം തിരഞ്ഞെടുത്ു. ഒപ്പം 15-അംഗ നിർവാഹക സമിതിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന കരിനിയമം പിൻവലിക്കുക, ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. സ്വകാര്യ ബസ് മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തെ ഗതാഗത സൗകര്യം നല്ല രീതിയിൽ തുടരാൻ ആവശ്യമാണെന്നും അതിനാൽ ഏവരും സമരത്തോട് സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ചെയർമാൻ പാലമുറ്റത്ത് വിജയകുമാർ, കൺവീനർ SM നാസർ, വൈസ് ചെയർമാൻ ദിനേശ് കുമാർ, ജോയിന്റ് കൺവീനർ MJ കുര്യൻ, KN ബാബു എന്നിവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ നയിച്ചത് കരുണയും കാരുണ്യവുമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ പറഞ്ഞു. ജീർണതയുടെ പര്യായമായി മാറിയിരിക്കുന്ന നഗരസഭാ നേതൃത്വത്തിനെതിരെ, ആ നഗരസഭയുടെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, അധികാരം എന്നാൽ പണസമ്പാദനവും സ്വജനപക്ഷപാതവും എന്നുള്ള പുതിയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു. കമ്മ്യൂണിസം എന്ന പദം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് അത് പിണറായിസത്തിന് വഴിമാറി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പിണറായിസ്റ്റുകളായി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഴിമതിയുടെ തേങ്ങ ഉടയ്ക്കുമ്പോൾ മിനിമം ചിരട്ടെങ്കിലും ഉടയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ പാർട്ടിയിൽ നിലകൊള്ളുവാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കായംകുളത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ചിരട്ട ഉടയ്ക്കുകയല്ല, വേണമെങ്കിൽ തെങ്ങ് തന്നെ പിഴുതുടയ്ക്കാം എന്ന് മടിയില്ലാതെ ഒരുപക്ഷെ ശ്രീ പിണറായി വിജയന് പോലും അഴിമതിയുടെ കാണാക്കയങ്ങളും പുതിയ തലങ്ങളും കാട്ടിക്കൊടുക്കുവാൻ ശേഷിയുള്ള ഒരു ഭരണനേതൃത്വമാണ് തങ്ങളെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭ ഭരണ നേതൃത്വത്തിനെതിരെ 5-ാം തീയതി നടത്തുവാൻ പോകുന്ന പ്രതിഷേധ മാർച്ച്, ആ പ്രതിഷേധ മാർച്ച് ഇവർക്കെതിരായ വലിയ ജനവികാരമായി കായംകുളം നഗരസഭാ പരിധിയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും, കോൺഗ്രസിന് മാത്രമല്ല മുഴുവൻ സമൂഹത്തിൻ്റെയും വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതികരണ വേദിയാക്കി അതിനെ മാറ്റുവാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ നയിച്ചത് കരുണയും കാരുണ്യവുമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുവാൻ സർക്കാർ ആശുപത്രികളെ സജ്ജമാക്കിയും വ്യത്യസ്ത ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കിയും ശാക്തീകരിച്ച കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ഇടതു സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുകയാണെന്നും അതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദു എന്ന വീട്ടമ്മയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനാചരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് കൂടിയ സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ടി സൈനുലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KPCC സെക്രട്ടറിമാരായ ഇ സമീർ, N രവി, കറ്റാനം ഷാജി, DCC ഭാരവാഹികളായ AJ ഷാജഹാൻ, വേലിഞ്ചിറ സുകുമാരൻ, AP ഷാജഹാൻ, S രാജേന്ദ്രൻ, അവിനാഷ് ഗംഗൻ, അലക്സ് മാത്യു, രാജൻ ചെങ്കിളി, L വേലായുധൻ പിള്ള, K പുഷ്പദാസ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പഴയ ബ്ലോക്ക് H സലാം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഓർത്തോ, സർജറി വിഭാഗങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പഴയ ബ്ലോക്ക് കെട്ടിടം H സലാം MLA സന്ദർശിച്ചു. ഓർത്തോ, സർജറി വിഭാഗങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. ജനറൽ ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിലെ ഫിറ്റ്നസ് ഇല്ലാത്തതും പ്രവർത്തിപ്പിക്കാത്തതുമായ ഭാഗത്തേക്ക് രോഗികളോ മറ്റുള്ളവരോ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് H സലാം MLA RMOയ്ക്ക് നിർദ്ദേശം നൽകി. കിഫ്ബി ഫണ്ട് വകയിരുത്തി 117 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 7 നില OP ബ്ലോക്കിൽ 2 നിലകൾ IP വാർഡുകളാക്കി മാറ്റി പ്രവർത്തിപ്പിച്ചിരുന്നു. പഴയ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ അൺഫിറ്റായ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന വാർഡുകളാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രി പ്രവർത്തനം സംബന്ധിച്ച അവലോകനം നടത്തുന്നതിന് ചൊവ്വാഴ്ച രാവിലെ നഗരസഭയുടെയും PWDയുടെയും എഞ്ചിനീയർ വിഭാഗങ്ങൾ, നഗരസഭാ ആശുപത്രി അധികൃതർ എന്നിവരുടെ യോഗം ചേരും. പരിശോധനയുടെ വെളിച്ചത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് H സലാം MLA പറഞ്ഞു. നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ നമ്മുടെ പഴയ ബിൽഡിംഗാണിത്. പുതിയ 117 കോടി മുടക്കി നമ്മൾ പുതുതായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് കുറേയധികം വാർഡുകൾ നമ്മൾ IP ആക്കി തന്നെ മാറ്റി അവിടേക്ക് മാറ്റിയിരുന്നു. നേരത്തെ തന്നെ മാറ്റി ഉദ്ഘാടനം ചെയ്ത് തന്നെ അങ്ങോട്ട് മാറ്റിയിരുന്നു. അതിൽ ഫിറ്റായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. സർജറിയും ഓർത്തോയുമാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടി ഒന്ന് നോക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിവിടേക്ക് എത്തിയത്. ഇപ്പോൾ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് നഗരസഭാ അധികാരികളും അതുപോലെ ആശുപത്രി അധികൃതരുമായി ചേർന്നൊരു മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആശുപത്രി RMO ഡോക്ടർ ആശാ മോഹൻദാസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ ദിലീപ്, ARMO ഡോക്ടർ പ്രിയദർശൻ, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഇന്ദുലേഖ എന്നിവർ MLAയ്ക്കൊപ്പം സന്ദർശനത്തിനുണ്ടായിരുന്നു. കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഈ നാടിന് അപമാനമാണെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ്. ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ വമ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഈ നാടിന് തന്നെ അപമാനമാണെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ്. നഗരസഭയിലെ ശുചിമുറി മാലിന്യ അഴിമതിയിലും അംഗനവാടി വർക്കർമാരായി മുനിസിപ്പൽ കൗൺസിലറെയും കൗൺസിലർമാരുടെ ബന്ധുക്കളെയും നഗരസഭാ അംഗത്തിന്റെ പ്രതിഷ്ഠിത വധുവിനെയും നിയമിച്ചതുവഴി അഴിമതിയും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ ചെയർപേഴ്സൺ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ വമ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KPCC സെക്രട്ടറിമാരായ ഇ സമീർ, N രവി, കറ്റാനം ഷാജി, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള, ശോഭാ സുരേന്ദ്രൻ, ഷുക്കൂർ വഴിച്ചേരി, വള്ളിയിൽ റസാഖ്, DCC ഭാരവാഹികളായ U മുഹമ്മദ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, K പുഷ്പദാസ്, വേലഞ്ചിറ സുകുമാരൻ, ശ്രീജിത്ത് പത്തിയൂർ, S രാജേന്ദ്രൻ, രാജൻ ചിങ്കിളി, CS ഭാഷ, ബിദു രാഘവൻ, അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC മുതൽ MBBS വരെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടന്നു. ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC മുതൽ MBBS പരീക്ഷകളിൽ വരെ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടന്നു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒന്നും തന്നില്ലെങ്കിലും കേരളത്തിനകത്ത് ഒരു കുഴപ്പമില്ലാതെ ഇതെല്ലാം ഞങ്ങൾ നടത്തും. അവിടെ വെള്ളപ്പൊക്കത്തിനിരയായ ആൾക്കാരെ അവിടെ ഉണ്ടായിട്ടുള്ള മലവെള്ളപ്പാച്ചിലിന് പെട്ടുപോയ കുടുംബങ്ങൾക്ക് അവരെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വലിയൊരു നഗരം തന്നെ വയനാട് ഇപ്പോൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടി രൂപ മുടക്കിക്കൊണ്ടിരുന്ന നഗരം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വീടുകൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. എന്തിനും ഒന്നും തന്നില്ല. ഒന്നും തരാഞ്ഞിട്ടും ഈ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത്? കേന്ദ്രം തരാഞ്ഞിട്ടും പെൻഷൻ എങ്ങനെയാണ് മുടക്കാൻ തരുന്നത്? ഒന്നാമത്തെ മുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഓണത്തിലെല്ലാം തീർത്തു കൊടുക്കും. ഇപ്പം എല്ലാം ചിലപ്പോൾ കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ 1600 എന്നുള്ളത് ഇനിയും കൂട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെ ഇതൊന്നും മുടങ്ങാതെ കൊടുക്കണത്?
മുടങ്ങാതെ കൊടുക്കേണ്ട കാരണം നമ്മുടെ പിള്ളേരാണ്, ചെറുപ്പക്കാരാണ്. നമ്മുടെ ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പക്കാർ ഈ കേരളത്തിൻ്റെ അകത്തുള്ള യുവാക്കളും യുവതികളും അധ്വാനം, അവരുടെ ഹൈടെക് കഴിവുകളുണ്ടല്ലോ, അവരുടെ ഹൈടെക് കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഓരോ സ്ഥാപനങ്ങളിലും ശക്തമായ രൂപത്തിൽ അവരുടെ പ്രവർത്തന സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് ഒരുപാട് പണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. IT പാർക്കുകളിൽ പണിയെടുക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കോടാനുകോടിയുടെ വിദേശ നാണയം നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് പ്രസിഡന്റ് AK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. പച്ചക്കറി തൈ വിതരണം തണ്ണീർമുഖം കൃഷി അസിസ്റ്റന്റ് ധന്യ ശർമ്മ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, ബാങ്ക് വൈസ് പ്രസിഡന്റ് KG ഷാജി, കുഞ്ഞപ്പൻ പാറപ്പുറം, R രജനി, PV റോയ്, P ജയേഷ്, KC രതീഷ്, മനോഹരി പ്രകാശൻ, OB അനിൽകുമാർ, ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോവ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. CPM-ന്റെ മുതിർന്ന നേതാവും മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റും മുഹമ്മ ലേബേഴ്സ് മാത്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റും 10 വർഷക്കാലം മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CK ഭാസ്കരന്റെ 11ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM-ന്റെ മുതിർന്ന നേതാവും മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റും മുഹമ്മ ലേബേഴ്സ് മാത്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റും 10 വർഷക്കാലം മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CK ഭാസ്കരന്റെ 11ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ജില്ലാ സെക്രട്ടറി R നാസർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നുകൊണ്ടാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു രൂപവും ഭാവവും ഒക്കെ നൽകി എല്ലാ കിടപ്പ് രോഗികളെയും സംരക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കേരള കെയർ എല്ലാ വീടുകളിലും കിടക്കുന്ന മുഴുവൻ കിടപ്പ് രോഗികളെയും വീടുകളിൽ പോയി കൃത്യമായി ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. പാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് CK ഭാസ്കരൻ എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ R നാസർ പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പുഷ്പാർച്ചനയും നടന്നു. CK ഭാസ്കരന്റെ വസതിയിൽ നടന്ന സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് J ജയലാൽ അധ്യക്ഷനായി. ചടങ്ങിൽ H സലാം MLA മുഖ്യപ്രഭാഷണം നടത്തി. G വേണുഗോപാൽ, KR ഭഗീരഥൻ, KD മഹീന്ദ്രൻ, P രഘുനാഥ്, ചരമവാർഷിക ദിനാചരണ കമ്മിറ്റി സെക്രട്ടറി KD അനിൽകുമാർ, S രാധാകൃഷ്ണൻ, CK സുരേന്ദ്രൻ, D ഷാജി, K സലിമോൻ, T ഷാജി, സ്വപ്ന ഷാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മാനസിക ഉല്ലാസവും കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ കരനെൽ കൃഷിക്ക് തുടക്കമായി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിനും സമ്മർദ്ദം ഒഴിവാക്കുന്നതിനും കൂട്ടായ പ്രവർത്തനമെന്ന ലക്ഷ്യത്തോടെയും അതിനൊപ്പം തന്നെ ജോലിയുടെ ഇടവേളകളിലും സമയം കണ്ടെത്തി കൃഷി കുറിക്കാം എന്ന സന്ദേശം പകർന്നുമാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ഒരുക്കിയിരിക്കുന്നത്. ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെയിൻ IPS പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ സ്ഥലം കൃഷിയോഗ്യമാക്കി കരനെൽ കൃഷിയും ഇതോടൊപ്പം ബന്ദിപ്പൂതോട്ടവും ഒരുക്കുന്നതിനാണ് തുടക്കമായത്. അർത്തുങ്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PG മധുവിന്റെയും സബ് ഇൻസ്പെക്ടർ D സജീവ് കുമാറിന്റെയും നേതൃത്വത്തിൽ സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ജോലിയുടെ ഇടവേളകളിലും രാവിലെയും വൈകിട്ടുമുള്ള സമയങ്ങളിലും കൃഷിക്കായി സമയം കണ്ടെത്തിയാണ് പ്രവർത്തനങ്ങൾ. കരനെൽ കൃഷിക്കായി നിലമൊരുക്കി ഞാറ് നടുന്നതിന്റെ ഉദ്ഘാടനവും ASP ഹരീഷ് ജെയിൻ IPS നിർവഹിച്ചു. പ്രമുഖ ജൈവ കർഷകൻ സുജിത്ത, പ്രശാന്ത് ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തെ പ്രമുഖരും ആവശ്യമായ സഹായവുമായി ഒപ്പമുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. കേരള കർഷക സംഘം കുറുപ്പംകുളങ്ങര മേഖലാ സമ്മേളനം നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം M സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ നടക്കുന്ന കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി തന്നെയാണ് നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളെല്ലാം വളരെ ആവേശപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന AIKS. ഇന്ന് AIKS രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന കർഷക സംഘടനയായി മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൾ ഇന്ത്യ കിസാൻ സഭയാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. സമ്മേളനത്തിൽ 50 പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച മുതിർന്ന കർഷകരെയും കുട്ടി കർഷകരെയും ആദരിച്ചു. കർഷക സംഘം കഞ്ഞിക്കുഴി ഏരിയ പ്രസിഡന്റ് സലിംകുമാർ, സെക്രട്ടറി CV മനോഹരൻ, CPIM കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗം P സുരേന്ദ്രൻ, CPIM കുറുപ്പംകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM സുമേഷ് എന്നിവർ പങ്കെടുത്തു. സരോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. C സുരേഷ് സ്വാഗതം പറഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഹമ്മ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച ആധുനികവൽക്കരിച്ച ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഹബ് ലബോറട്ടറി ഉദ്ഘാടനം നടന്നു.
മുഹമ്മ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഹമ്മ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച ആധുനികവൽക്കരിച്ച ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഹബ്ബ് ലബോറട്ടറി ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം വരുന്ന നൂറുകണക്കിന് കേസുകളാണ്. അവർക്ക് എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ചെല്ലുന്ന ഒരു പേഷ്യൻറ്റിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നീതിയെ ലഭിക്കുന്നു എന്നുള്ളത് നമ്മളെ മാനസികമായി അസ്വസ്ഥപ്പെടുത്തും. ആ അസ്വസ്ഥ നമുക്ക് വളരെ പെട്ടെന്ന് പ്രതിഷേധം ഉണ്ടാകും, അത് പ്രതികാരമാകും, അത് അക്രമാസക്തമാകും. അതാണ് ആശുപത്രി ഇപ്പോൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗം അടന്നു വീണു. ഇവിടുത്തെ ഗവൺമെൻറ് അത് അടന്നു വീണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മൊത്തം സുരക്ഷിതത്വത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കെട്ടിടങ്ങളാണ് ഇതിനോടകം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അതെല്ലാം റിവ്യൂ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ കഴിഞ്ഞില്ല. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് നേരത്തെ അത് ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിംഗ് ആണെന്നാണ് പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാന്റിൽ നിന്നും 27.57 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി. ജില്ലാ ലാബ് ടെക്നിക്കൽ ഓഫീസർ ജയ ഹബിന്റെയും സ്പോക്ക് ലബോറട്ടറിയുടെയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ആര്യാട് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS സുയമോൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റിജി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു രാജീവ്, CR സരസകുമാർ, അജിത് കുമാർ ചിറ്റേഴം, TK ശരവണൻ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗം വിഷ്ണു V വട്ടച്ചിറ, CK സുരേന്ദ്രൻ, G വേണുഗോപാൽ, സന്തോഷ് ഷൺമുഖൻ, KS ജയപാലൻ, സലിമോൻ, ബൈജു വിശ്വനാഥൻ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM ഷിബു എന്നിവർ സംസാരിച്ചു. ആര്യാട് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പ്രകാശ് ബാബു സ്വാഗതവും മുഹമ്മ BFHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ C ജയന്തി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഗാന്ധിമാർഗ പ്രവർത്തകരും കേരള സർവോദയ മണ്ഡലം സംസ്ഥാന ട്രഷററുമായിരുന്ന AX ഹർഷൽ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം 2025 ഗാന്ധിമാർഗ പ്രവർത്തകരും സർവോദയ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ H സുധീറിന് നൽകി. AX ഹർഷൽ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം 2025 ഗാന്ധിമാർഗ പ്രവർത്തകനും സർവോദയ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയ H സുധീറിന് നൽകി. SL പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അവാർഡ് വിതരണം ചെയ്തത്. ഗാന്ധിയൻ പ്രസ്ഥാനത്തെ ആലപ്പുഴ ജില്ലയിലും അതിന് പുറത്തും ചലിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഹർഷൻ സാർ. അദ്ദേഹവുമായി അടുത്തിടപഴകാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ജില്ലയുടെ പ്രധാന പ്രവർത്തകനായി അദ്ദേഹം നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചു. ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി പാലത്തുങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ, നിവേദക് M, D സലീം, PS മനു, ബേബി പാറേക്കാടൻ, PA കുഞ്ഞുമോൻ, ജോസഫ് മാരാരിക്കുളം, ആശാ കൃഷ്ണാലയം, CK വിജയകുമാർ, AN പുരം ശിവകുമാർ, ലീന മാത്യു, കൃഷ്ണൻകുട്ടി, മണിയമ്മ, സതീശൻ എത്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ AX ഹർഷലിനെയും പത്മശ്രീ P ഗോപിനാഥൻ നായരുടെയും അനുസ്മരണം നടത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ മണ്ണഞ്ചേരി പൊന്നാട് പുളിക്കൽ ശ്രീ ഇളങ്കാവ് ശിവക്ഷേത്രത്തിന് തിരുവുത്സവത്തിന് മുന്നോടിയായി മഹാദേവന്റെ ധ്വജപ്രതിഷ്ഠ നടത്തി. മുഹമ്മ മണ്ണഞ്ചേരി പൊന്നാട് പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ മുന്നോടിയായി മഹാദേവന്റെ ധ്വജപ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം തന്ത്രി ജയതുളസീധരൻ, ക്ഷേത്രം മേൽശാന്തി കൊക്കോതമംഗലം കരിയിൽ അരുൺ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേവസ്വം വൈസ് പ്രസിഡന്റ് മംഗളപുരം VD പ്രസാദാണ് മഹാദേവന് ധ്വജം സമർപ്പിച്ചത്. രാഘവനാചാര്യാണ് ക്ഷേത്രസ്ഥപതി. രക്ഷാധികാരി PK ഗോപാലകൃഷ്ണൻ പന്തലിപ്പറമ്പ്, ദേവസ്വം പ്രസിഡന്റ് PM രഘുവരൻ പുളിക്കൽ, ദേവസ്വം സെക്രട്ടറി CS മനോഹരൻ പുളിക്കൽ ചിറ, ട്രഷറർ പ്രശാന്ത് കോഴികളങ്ങര, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അനീഷ് P മംഗളപുരം, ജോയിന്റ് കൺവീനർ സച്ചിമോൻ പുളിക്കൽ, US പ്രദീപ് കുമാർ, ഉദനപ്പറമ്പ് CK ബൈജു ചിറയിൽ, വനിതാ കൺവീനർ മഹിളാമണി പൂജപ്പറമ്പ്, കണ്ണൻ പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതുലവണങ്ങളും സംസ്ഥാനത്ത് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. എടത്വ പാലക്കളം പാലത്തിന് സമീപം പുത്തൻപുരക്കൽ ജോയ് എബ്രഹാമിന്റെയും ലൈജുവിന്റെയും മകൻ PJ ലിജുമോനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുടെ മുന്നോടിയായി ജൂലൈ 8-ാം തീയതി ഒരു ദിവസം സൂചനയായി സംസ്ഥാനത്താകെ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെക്കാനൊരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ നയിച്ചത് കരുണയും കാരുണ്യവുമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ശ്രീകുമാർ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പഴയ ബ്ലോക്ക് സലാം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഓർത്തോ സർജറി വിഭാഗങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.